ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 10ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ദേശീയ ദുരന്ത പ്രതികരണ സേന ഉയർച്ചാ ദിനമായി ആഘോഷിക്കുന്ന ദിവസം ജനുവരി 19 ദേശീയ ദുരന്ത പ്രതികരണ സേന ഉയർച്ചാ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് ജനുവരി 19. അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് 2025. അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ വർഷമായി ആഘോഷിക്കുന്നത് 2025. യുനെസ്കോയും ലോക കാലാവസ്ഥാ സംഘടനയും സംയുക്തമായിട്ടാണ് അന്താരാഷ്ട്ര ഗ്ലേസിയർ വർഷമായിട്ട് 2025 ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഗ്ലേസിയർ അല്ലെങ്കിൽ ഹിമാനി സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് 2025. ഗ്ലേസിയറുകളിലെ മഞ്ഞുപാളികൾ ഉരുകി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കുക, ഭൂമിയിൽ ഇപ്പോൾ നിലവിലുള്ള ഗ്ലേസിയറുകൾ സംരക്ഷിക്കുക എന്നിവയാണ് അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ വർഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. യുനെസ്കോയും ലോക കാലാവസ്ഥാ സംഘടനയും സംയുക്തമായിട്ടാണ് 2025 അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ സംഘാടകരെന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ലോക ഗ്ലേസിയർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് 21. അന്താരാഷ്ട്ര ഗ്ലേസിയർ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസമാണ് മാർച്ച് 21. അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് 2025. അന്താരാഷ്ട്ര ഗ്ലേസിയർ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ഒഡീഷയിലെ രഘുരാജ്പൂർ കലാകാരന്മാരുടെ ഗ്രാമവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്നം. ഒഡീഷയിലെ രഘുരാജ്പൂർ കലാകാരന്മാരുടെ ഗ്രാമവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്നം. മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ത് ലോക റെക്കോർഡ് നേടിയത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായ ഡെയർ ഡെവിൾസ് റൈഡർ സംഘമാണ്. മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ത് ലോക റെക്കോർഡ് നേടിയത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായിട്ടുള്ള ഡെയർ ഡെവിൾസ് റൈഡർ സംഘമാണ്. ബൈക്കിൽ തീർത്ത മനുഷ്യ പിരമിഡിന്റെ ഉയരം 20.4 അടിയാണ്. 2025 നടന്ന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ ജേതാക്കളായത് വയനാട് ജില്ലയാണ്. 2025 നടന്ന കുടുംബശ്രീയുടെ ബഡ്സ് സംസ്ഥാന കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ ജേതാക്കളായത് വയനാട് ജില്ലയാണ്. 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം USA ആണ്. 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം USA ആണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വേണ്ടി 2015 ഫ്രാൻസിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ രൂപീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വേണ്ടി 2015 ഫ്രാൻസിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ രൂപീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ആദ്യമായിട്ട് USA പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത് 2020 അതിനുശേഷം രണ്ടാം തവണയാണ് US പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത്. US 2 തവണയാണ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത്. ആദ്യമായിട്ട് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയത് 2020 രണ്ടാം തവണ USA പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത് 2025 ആദ്യ തവണ പാരീസ് ഉടമ്പടിയിൽ നിന്ന് 2020 പിന്മാറിയ ശേഷം 2021 വീണ്ടും പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി USA മാറിയിരുന്നു. അതിനുശേഷമാണ് രണ്ടാം തവണ 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും USA പിന്മാറാൻ തീരുമാനിച്ചത്. 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം USA ആണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വേണ്ടി 2015
ഫ്രാൻസിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ രൂപീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. USA 2 തവണ പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ആദ്യമായിട്ട് പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയത് 2020 അതിനുശേഷം 2021 വീണ്ടും പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി. അതിനുശേഷം ഇപ്പോൾ 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും വീണ്ടും പിന്മാറാൻ തീരുമാനിച്ചു. 2025 നടക്കുന്ന ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 നടക്കുന്ന ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2023 ചെസ് ലോകകപ്പിന് വേദിയായത് അസർബൈജാനിലെ ബാക്കുവാണ്. 2023 ചെസ് ലോകകപ്പിന് വേദിയായത് അസർബൈജാനിലെ ബാക്കുവാണ്. 2023 ചാമ്പ്യൻ ആയിരുന്നത് മാഗ്നസ് കാൾസൺ ആണ്. 2023 ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. 2023 വേദിയായത് അസർബൈജാനിലെ ബാക്കുവാണ്. 2025 നടക്കുന്ന ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയുമാണ്. 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം USA ആണ്. 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം USA ആണ്. COVID-19 കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത്. COVID-19 കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ്. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. പാങ്സൗ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പാങ്സൗ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പ്രാധാന്യങ്ങളും പ്രദർശിപ്പിക്കുന്ന മേളയാണ് പാങ്സൗ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പാങ്സൗ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപ രംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിദേശ നാണ്യ വിനിമയ ചട്ടമാണ് ഫെമ. അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപ രംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദേശ നാണ്യ വിനിമയ ചട്ടമാണ് ഫെമ. അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപ രംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദേശ നാണ്യ വിനിമയ ചട്ടമാണ് ഫെമ എന്ന് പറയുന്നത്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഹാട്രിക് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി ശർമ്മ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഹാട്രിക് വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി ശർമ്മ. 2025 അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. 2025 അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുന്ന 100ാമത്തെ റോക്കറ്റാണ് GSLV Mk2. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുന്ന 100ാമത്തെ റോക്കറ്റാണ് GSLV Mk2. അടുത്തിടെ 7ാമത്തെ പരീക്ഷണ പറക്കലിൽ കത്തി നശിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ്. അടുത്തിടെ 7ാമത്തെ പരീക്ഷണ പറക്കലിൽ കത്തി നശിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ്. അടുത്തിടെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൺ നിർമ്മിച്ചത് IIT കാൺപൂരാണ്. അടുത്തിടെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ഹാൻഡ്
എക്സോസ്കെലിറ്റൻ നിർമ്മിച്ചത് IIT കാൺപൂരാണ്. സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൻ വികസിപ്പിച്ചത് IIT കാൺപൂരാണ്. പരമ്പരാഗത ഫിസിയോതെറാപ്പിയേക്കാൾ വേഗത്തിലും സമഗ്രമായും രോഗികളെ സുഖപ്പെടുത്താൻ എക്സോസ്കെലിറ്റൻ സഹായിക്കും. ഇത് രോഗികളെ തലച്ചോറ്, പേശി ഏകോപനം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. രോഗികൾക്ക് ചലനശേഷി വീണ്ടെടുക്കാനും സഹായിക്കും. അടുത്തിടെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൻ നിർമ്മിച്ചത് IIT കാൺപൂരാണ്. മസ്തിഷ്കാഘാതം ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ടവരുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇത്. അടുത്തിടെ അന്തരിച്ച ഡെന്നീസ് ലോ ഏത് ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബിന്റെ മുൻ താരമായിരുന്നു? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും സ്കോട്ട്ലൻഡ് നാഷണൽ ടീമിന്റെയും താരമായിരുന്ന വ്യക്തിയാണ് അടുത്തിടെ അന്തരിച്ച ഡെന്നീസ് ലോ എന്ന ഫുട്ബോൾ താരം. അടുത്തിടെ അന്തരിച്ച ഡെന്നീസ് ലോ ഏത് ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബിന്റെ മുൻ താരമായിരുന്നു? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ. ഡെങ്കിപ്പനി സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെയാണ്. ഡെങ്കിപ്പനി സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ചത് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യ പഥിൽ പ്രദർശിപ്പിക്കുന്ന പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈലാണ് പ്രാലയ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യ പഥിൽ പ്രദർശിപ്പിക്കുന്ന പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈലാണ് പ്രാലയ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് ആണ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ്. 2022-23 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച വിമാനത്താവളമാണ് ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 2025 ജനുവരി 22. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്നത് 2025 ജനുവരി 22-നാണ്. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത് ആണ്. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത് ആണ്. ഇന്ത്യയുടെ G20 ഷെർപ്പയായ അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ ഉൾക്കഥ തന്റെ പുസ്തകത്തിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത് ആണ്. ഇന്ത്യയുടെ G20 ഷെർപ്പയായിരുന്ന വ്യക്തിയാണ് അമിതാഭ് കാന്ത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ ഉൾക്കഥയാണ് അനാവരണം ചെയ്യുന്നത്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലെ വെല്ലുവിളികൾ, ചർച്ചകൾ, വിജയങ്ങൾ എന്നിവയൊക്കെ കുറിച്ച് ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത് ആണ്. പ്രഥമ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസ് നടന്നത് ഗുജറാത്തിലാണ്. പ്രഥമ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസ് നടന്നത് ഗുജറാത്തിലാണ്. 2036 ഇന്ത്യ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ സമ്മേളനമാണ്. പ്രഥമ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസ് നടന്നത് ഗുജറാത്തിലാണ്. സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമാണ്.